ഹലോ ഫ്രണ്ട്സ്, രാവിലെ തന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഒരു ലോക്കൽ ട്രിപ്പ് കയറാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം 20 കണ്ടെയ്നറാണ്, നമ്മളെ ഏറ്റവും ബാക്കിലത്തെ ലോക്കിലാണ് 20 കണ്ടെയ്നർ വെച്ചിരിക്കുന്നത്. ഞാനുൾപ്പെടെ മൊത്തത്തിൽ 4 വണ്ടിയാണുള്ളത്. 4ഉം 20 കണ്ടെയ്നറാണ്. ഈ കാണുന്ന വണ്ടി എൻ്റെ കൂടത്തുള്ള വണ്ടിയാണ്, അതുപോലെ തന്നെ ഈ കാണുന്ന വണ്ടി എൻ്റെ കൂടത്തുള്ള വണ്ടിയാണ്. പോർട്ടിൽ നിന്ന് നേരെ ഇറങ്ങി കസ്റ്റംസിൻ്റെ എക്സാമിനേഷൻ ഉണ്ട്, അതുകൊണ്ട് CFS പോകാൻ പറഞ്ഞു. അപ്പോൾ അകത്ത് കയറാനുള്ള പേപ്പറെല്ലാം കൊടുത്തു. ഇവിടെ വെയിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. വൈകുന്നേരമേ ക്ലിയറൻസ് റെഡി ആവുകയുള്ളൂ. അപ്പം തൊട്ടപ്പുറത്ത് ഡ്രൈവേഴ്സ് പാർക്കിംഗ് ഉണ്ടായിരുന്നു, അവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് സെറ്റപ്പാണ്, AC ഒക്കെയാണ്. അപ്പോൾ അവിടെ വന്നാൽ ഞങ്ങൾ കുറച്ചു നേരം വിശ്രമിച്ചു. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും 4 വണ്ടിയും പാസ്സായെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് ലോഡ് ഇറക്കില്ല, നാളെ രാവിലത്തേന് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയി. തിരക്കാകുന്നതിന് മുന്നേ ഒരു ചെറിയ വഴിയാണ്, അപ്പോൾ അവിടെ നമുക്ക് ലെഫ്റ്റ് കയറണം. കയറിക്കഴിഞ്ഞ് ഒരു ചെറിയ വഴിയായിപ്പോയി. എൻ്റെ പുറകെ വേറെ വണ്ടി ഉണ്ടായിരുന്നു. നോക്കിയപ്പോഴത്തേനും ഫ്രണ്ടിലാണെങ്കിൽ കട്ട ഉണ്ടാക്കുന്ന കട്ടക്കളവും പിന്നെ ചെറിയൊരു ക്രഷറൊക്കെ ആയിരുന്നു. ആദ്യമേ വഴി തെറ്റുമോ എന്ന് സംശയം ഉണ്ടായിരുന്നു. പിന്നെ അവർ പറഞ്ഞു ഇവിടെയാണ് ഗോഡൗണൊക്കെ, ഇതാണ് നമ്മളെ ഗോഡൗണ്. ചാക്ക് തന്നെയാണ് ലോഡ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് വണ്ടി പിടിക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ ടാസ്ക് ആയിരുന്നു. കാരണം വെച്ചെങ്കിൽ വണ്ടി ഫുള്ള് കറങ്ങി കളിക്കുക. കാരണം കണ്ടെയ്നറിന് ബാക്കിലാണ് ഇരിക്കുന്നത്. 20 കണ്ടെയ്നർ ആയതുകൊണ്ട് ഹൗസിങ്ങിന് അവിടെ പിടുത്തമില്ല. വീല് ഫുള്ള് കറങ്ങി ഒത്തിരി പ്രയാസപ്പെട്ടു. അപ്പോൾ അതിനുശേഷം ഫസ്റ്റ് വണ്ടി കയറി ലോഡ് അവരെ ഇറക്കാൻ തുടങ്ങി. യൂണിയൻകാരാണ് ലോഡ് ഇറക്കുന്നത്. ഇതിനകത്ത് ക്ലേ പോലെ ഒരു പൗഡറാണ് ചാക്കിൻ്റെ അകത്ത്. ഫുള്ള് ഇവരെ ഗോഡൗൺ ഇവർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഒക്കെ ഉള്ളതാണ്. പിന്നെ ഫസ്റ്റ് വണ്ടി ഇറക്കി, അതിനുശേഷം രണ്ടാമത്തെ വണ്ടി പിടിച്ചു. രണ്ടാമത്തെ വണ്ടി പിടിച്ചപ്പോഴും ഇതേ അവസ്ഥ തന്നെ, ഫുള്ള് കറങ്ങി കളിക്കുമായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും, വണ്ടി ഫ്രണ്ടിൽ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് വണ്ടി ഹൗസിങ് കറങ്ങിയിട്ട് അവിടുന്ന് തെന്നി മാറുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മൂന്നാമത്തെ വണ്ടിയും പിടിച്ച് കയറ്റി. പിന്നെ നമ്മളെ വണ്ടിയാണ് ലാസ്റ്റ്. നമ്മളെ വണ്ടി വലിയ കറക്കമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഭാരത് ബെൻസ് ആണ്. ഭാരത് ബെൻസ് എന്ന് പറയാൻ ഭാരത് ബെൻസ് ഒരു മുതലായത് കൊണ്ടാണ്. കാരണം അത് ഓടിച്ച എല്ലാവർക്കും അറിയാം. കറങ്ങി കളിക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ അകത്തൊരു സിസ്റ്റം ഉണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇക്കാര്യം അറിയാവുന്നതാണ്. നമ്മളെ വണ്ടിക്ക് ബാക്കിലോട് മാത്രമേ ഉള്ളൂ, ഫ്രണ്ടിൽ ലോഡില്ല. അത് കാരണം അവിടെ ഒരു കട്ടിങ്ങും കൂടെ ഉണ്ട്. അപ്പം ബാക്ക് വീൽ അവിടെ കയറുമ്പോഴത്തേനും ഫ്രണ്ട് വീലില് പിടുത്തമില്ലാതെ ചെള്ളയിൽ കിടന്ന് കറങ്ങി കളിക്കും. അവിടെ ഒരു കുഴിയും കൂടെ ചെറുതായിട്ട്. അപ്പം നമ്മളെ വണ്ടി വലിയ കുഴപ്പമില്ലാതെ പെട്ടെന്ന് തന്നെ കയറി ചെന്നു. മറ്റുള്ളവരൊക്കെ ഒരു 1/4 മണിക്കൂർ ഫൈറ്റിട്ടാണ് കയറ്റിയത്. നമുക്ക് അത്രയും സമയം വന്നില്ല. പിന്നെ കയറ്റുന്നത് മാത്രമല്ല, അതിൻ്റെ അകത്തോട്ട് യൂണിയൻകാർ പറയുന്ന രീതി കറക്റ്റ് പിടിച്ചു കൊടുക്കണം. ഞാൻ ഈ വെക്കുന്ന സ്വിച്ചാണ് ഇതിൻ്റെ ഗുഡൻസ്. ഡിസ്പ്ലേയിലോട്ട് നോക്കി അറിയാം സ്വിച്ച് വർക്കാണോ അല്ലയോ എന്ന്. അപ്പം നമ്മുടെ ലോഡ് ഒരു 8 മണിയായി ഇറക്കി കഴിഞ്ഞപ്പം. ഇനിയിപ്പോൾ നമുക്ക് നേരെ വല്ലാർപ്പാടത്ത് പോയി ഇതിൻ്റെ കാലി ഇറക്കണം. അപ്പോൾ താങ്ക് യു.